ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ അടക്കം ഫോൺ ചോർത്തിയെന്ന് പരസ്യമായി പറഞ്ഞിട്ടും PV അൻവർ MLA-ക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്താത്ത പോലീസ് നടപടി വിവാദമാവുകയാണ്. ഇക്കാര്യത്തിൽ അൻവറിനെതിരെ ഇനിയും അന്വേഷണം ആരംഭിച്ചിട്ടില്ല. ഫോൺ ചോർത്തലിന് ശിക്ഷ ഏറ്റുവാങ്ങാൻ തയ്യാറാണെന്ന് അൻവർ നേരത്തെ പറഞ്ഞിരുന്നു. എന്നാൽ തനിക്ക് വന്ന ഫോൺ വിളികൾ റെക്കോർഡ് ചെയ്യുന്നതിനപ്പുറം അൻവർ ഫോൺ ചോർത്തിയിട്ടില്ലെന്നാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ വിലയിരുത്തൽ. അതേസമയം പോലീസിന്റെ ഫോൺ ചോർത്തൽ സംവിധാനം ദുരുപയോഗം ചെയ്യപ്പെട്ടോ എന്ന ആശങ്കയുമുണ്ട്. ഇതേക്കുറിച്ച് അന്വേഷണം വന്നാൽ പോലീസിന്റെ രഹസ്യ ഫോൺ ചോർത്തൽ വിവരങ്ങൾ പുറത്തുവരുമെന്നും പോലീസ് ഭയക്കുന്നു. 5 വർഷം തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് അനധികൃത ഫോൺ ചോർത്തൽ. ഫോൺ ചോർത്തിയെന്ന അൻവറിന്റെ വെളിപ്പെടുത്തലിൽ സ്വീകരിച്ച നടപടികൾ അറിയിക്കാൻ ഗവർണർ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു. ഇക്കാര്യം അന്വേഷണ സംഘം പരിശോധിക്കട്ടെ എന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞെങ്കിലും DGPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണത്തിന്റെ പരിധിയിൽ ഫോൺ ചോർത്തലില്ല. അൻവർ ഫോൺ വിളികൾ റെക്കോർഡ് ചെയ്ത് പുറത്തുവിടുന്നതിനെയാണ് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തിയത്. രാജ്യദ്രോഹം, കള്ളനോട്ട് കേസുകളുമായി ബന്ധമുള്ളവരുടെ ഫോൺ നിയമാനുസൃതം ചോർത്താം. അനുമതി നൽകുന്നത് പരിശോധിക്കാൻ ചീഫ് സെക്രട്ടറി, നിയമ പൊതുഭരണ സെക്രട്ടറിമാരടങ്ങിയ ഉന്നത സമിതിയുമുണ്ട്. കാരണം വിശദീകരിച്ച IG മുതലുള്ളവർക്ക് ആഭ്യന്തര സെക്രട്ടറിയുടെ അനുമതി തേടാം. 2 മാസത്തേക്കാണ് ആദ്യ അനുമതി, പിന്നീട് 1 മാസം നീട്ടാം. ചോർത്തലിന് മാസം തോറും പോലീസ് 100-ലേറെ അപേക്ഷ നൽകുമെങ്കിലും 10 എണ്ണം പോലും അനുവദിക്കാറില്ല. അടിയന്തര സാഹചര്യത്തിൽ മുൻകൂർ അനുമതിയില്ലാതെയും 7 ദിവസവും ഫോൺ ചോർത്താം. പിന്നീട് അംഗീകാരം നേടണം. ആഭ്യന്തര സെക്രട്ടറിയുടെ അനുമതിയോടെ 100-ൽ താഴെ പേരുടെ ഫോൺ സ്ഥിരമായി ചോർത്തുന്നുണ്ട്. ഏതായാലും അൻവറിനെതിരെ ഫോൺ ചോർത്തലിൽ നടപടി ഉണ്ടാകാനുള്ള സാധ്യതകൾ കുറവാണ് എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം.